മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നവകേരള സദസ്സിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിക്കുന്ന മന്ത്രിസഭാ ബസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ തിരക്കിനിടയിലും പത്തനാപുരത്തേക്കുള്ള കൊട്ടാരക്കരയിൽ നിന്നുള്ള യാത്രക്കിടെ നമ്മളോട് സംസാരിക്കാൻ, കൗമുദി ടിവിയുമായി സംസാരിക്കാൻ സി എം സമയം കണ്ടെത്തി. നമസ്കാരം സി എം. നമസ്കാരം. നവകേരള യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി ഇപ്പം കൊല്ലം ജില്ലയിലെത്തി. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ ഒന്നാകെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇനിയിപ്പം തിരുവനന്തപുരം ജില്ല കൂടിയേ ബാക്കിയുള്ളൂ. ഇതുവരെ ലഭിച്ച ഒരു സ്വീകാര്യതയെക്കുറിച്ച് സി എമ്മിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഈ നവകേരള സദസ്സ് ഇപ്പോൾ 30 ദിവസം പിന്നിട്ടു. കഴിഞ്ഞ നവംബർ 18-നാണ് പുറപ്പെട്ടത്. ഇന്ന് ഡിസംബർ 18. നിങ്ങൾ പറഞ്ഞതുപോലെ 13ാമത്തെ ജില്ലയിലെ ആദ്യത്തെ പരിപാടിക്കാണ് നാം പോകുന്നത്. ഇതേവരെ എല്ലാ സ്ഥലത്തും, അതായത് നവംബർ 18 മുതൽ ഇന്നലെ വരെ ഉണ്ടായത് ഒരേ ദൃശ്യമാണ്. അതായത് 10,000-ങ്ങളാണ് ഈ ഓരോ വേദിയിലും ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ പത്തനാപുരത്തെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന്. ഇത് ജനങ്ങൾ പൂർണ്ണമായി നെഞ്ചേറ്റി എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പരിപാടി ഇത് മറ്റൊരു കാര്യവും കൂടി വലിയ പ്രതീക്ഷ ഉണർത്തുന്നതാണ്. അതായത് കേരളത്തിൻ്റെ ഭാവി ഭദ്രമാണ് എന്താണ്. അതായത് നമ്മുടെ നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയുന്ന ജനത ഉള്ള ഒരു നാടിന് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയും, ഏതിനെയും അതിജീവിക്കാനും പറ്റും. അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ജനങ്ങൾ അത്ര കണ്ട് തൽപരരാണ് നാടിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ നാട് പുറകിലായിക്കൂടാ എന്നും പുരോഗതി നേടണമെന്നും അത് കാലാനുസൃതമായ പുരോഗതി തന്നെ വേണമെന്നും ജനങ്ങൾക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. അതാണ് ഇവിടെ പ്രകടമാവുന്നത്. ഇപ്പോൾ ഈ നവകേരള സദസ്സിൽ ഇപ്പോൾ രാവിലെ നടക്കുന്ന പ്രഭാത യോഗങ്ങളിലും മറ്റും നിരവധി നിർദ്ദേശങ്ങൾ വരുന്നു. ഈ സദസ്സിലുടനീളം ലക്ഷക്കണക്കിന് നിവേദനങ്ങളും വരുന്നു. ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാവുകയും മറ്റേ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യുമോ? പ്രഭാത സദസ്സിലെ നിർദ്ദേശങ്ങൾ പ്രത്യേകം തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളതാണ്. അത് കേരളത്തെക്കുറിച്ചുള്ള പൊതുവിലുള്ള കുറേ അഭിപ്രായങ്ങളാണ്. നമ്മുടെ ഭാവി കേരളം എങ്ങനെ രൂപപ്പെടണം എന്നതെല്ലാം ആ അഭിപ്രായങ്ങളിൽ വരുന്നു. അത് ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. അത് പ്രത്യേക ഒരു മെക്കാനിസം തന്നെ അതിനുണ്ടാക്കും. ആ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിൽ തീരുമാനിക്കാൻ കഴിയാവുന്ന പ്രശ്നങ്ങളെല്ലാം തീരുമാനിച്ചു പോകുന്ന നിലയുണ്ടാവും. അത് നമ്മുടെ ഭാവി കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്നാണ് തോന്നുന്നത്. ഈ നിവേദനങ്ങളുടെ കാര്യത്തിലെല്ലാം തീർപ്പുണ്ടാകുമല്ലോ അല്ലേ? നിവേദനങ്ങൾ പെർ സെറ്റാണ്. നിവേദനങ്ങൾ ഓരോ സ്ഥലത്തും വലിയ തോതിലാണ് ലഭിച്ചിട്ടുള്ളത്. അത് പ്രത്യേകമായി സോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നിവേദനങ്ങളെല്ലാം നല്ല രീതിയിൽ ഡിജിറ്റൈസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സമയബന്ധിതമായി പരിഹരിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. ആദ്യം എണ്ണം കൂടി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷേ എണ്ണം കൂടിയെങ്കിലും അത് ഫലപ്രദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യപ്പെടും. സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യും. അത് ഗൗരവമായി പരിശോധിച്ചു പോകുന്നു. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൽ നിന്നൊക്കെ ഒട്ടേറെ അപേക്ഷകൾ ലഭിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളിലുണ്ട്. എല്ലാ വകുപ്പിലും അപേക്ഷകളുണ്ട്. സാധാരണ റവന്യൂ പഞ്ചായത്തൊക്കെയാണല്ലോ കാര്യങ്ങൾ കൂടുതലുണ്ടാവുക. എന്നാൽ എല്ലാ വകുപ്പുകളെയും സംബന്ധിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പൊതുവെ സി എം എപ്പോഴും പറയാറുണ്ട്, ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വരുന്ന ഫയലുകളുടെ ഒരു ജീവിതമുണ്ട്. സി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇച്ഛാശക്തി ചില ഉദ്യോഗസ്ഥരിലെങ്കിലും ആ ഒരു സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ നല്ല സ്പിരിറ്റിലാണ്. അതാണ് പൊതുവിൽ കാണുന്നത്. നമ്മൾ
നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനുമൊക്കെ നല്ല പങ്കാളിത്തമാണ് ഉദ്യോഗസ്ഥർ വഹിക്കുന്നത്. ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ വിജയകരമായ നടത്തിപ്പിൽ ഉദ്യോഗസ്ഥർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നേരത്തെ നമ്മൾ കേരളീയം നടത്തിയപ്പോൾ അതിലും ഉദ്യോഗസ്ഥർ നല്ല പങ്കാണ് വഹിച്ചത്. പൊതുവിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദം ആരോഗ്യകരമായ സമീപനത്തിലേക്ക് നീങ്ങി ഇത്തരം കാര്യങ്ങളിൽ ഭാഗമാക്കാവുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആദ്യം മുതൽക്കേ പ്രതിപക്ഷം സമ്പൂർണ്ണ നിസ്സഹകരണമാണ്. ഇത് ഈ ഏതെങ്കിലും രീതിയിൽ ഈ യാത്രയെ ബാധിച്ചു? ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഇപ്പം ആഡംബര ബസ് എന്ന് പറയും, ഞാൻ ഈ ബസ്സിൽ കയറിയിട്ട് ഒരു ആഡംബരവും കാണുന്നില്ല. ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹകരണത്തെ എങ്ങനെ കാണുന്നു? പ്രതിപക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇത് അവർ നാടിന് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുന്ന തെളിവായിട്ടാണ് വരുന്നത്. കാരണം ഈ കേരള വിരുദ്ധ സമീപനം BJP സ്വീകരിക്കുക, അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാടിനെതിരെയുള്ള നടപടികളിൽ കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത്. ആ കാര്യം ജനങ്ങളെടുത്ത് തുറന്നു പറയാനാണ് ഞങ്ങൾ ഇത് സംഘടിപ്പിച്ചത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തെ തന്നെ ലംഘിക്കുന്ന നടപടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്നു എന്നത് വെച്ചുകൊണ്ട് സംസ്ഥാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമൊക്കെ വെച്ച് ഞങ്ങൾ മന്ത്രിസഭ എന്ന നിലക്ക് ഒരു അഭ്യർത്ഥന കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മുന്നിൽ വെച്ചു. അവർ നേരത്തെ ഇത് ബഹിഷ്കരിച്ചു, നവകേരള സദസ്സ്. ഇപ്പോൾ ഒരു പുതിയ സാഹചര്യമാണ്. ഈ കേസ് സുപ്രീം കോടതിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നിച്ച് നിൽക്കാനാകണം എന്താണ് പൊതുവേ ഞങ്ങൾ UDFിനോട് പറഞ്ഞ കാര്യം. LDF UDF എന്നുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ല ഇത്. കേരളത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമുക്കൊന്നിച്ച് നിൽക്കാനാകാം. ഇനി എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കും തയ്യാറാണ്, നമുക്ക് ചർച്ച ചെയ്യാം എന്നും ആ കൂട്ടത്തിൽ പറഞ്ഞു. പക്ഷെ അത് കേട്ട ഉടനെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം വന്നു, നിങ്ങളുമായിട്ടൊരു യോജിപ്പുമില്ല, പൂർണ്ണമായി തള്ളുന്ന നിലയാണ്. അതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. എന്താണ് അങ്ങനെയൊരു സമീപനം വരുന്നത് എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. ആ അഭിപ്രായത്തോട് കോൺഗ്രസ്സിലെ പല പ്രമുഖർക്കും യോജിപ്പില്ല. കോൺഗ്രസ്സിലെ പല പ്രമുഖരും ആ അഭിപ്രായം തള്ളി നവകേരള സദസ്സിൻ്റെ ഭാഗമാവുകയാണ്. അതും കാണാൻ നമുക്ക് കഴിയുന്നത്. പൊതുവെ കേരളത്തിൽ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു പരസ്പര ബഹുമാനത്തിൽ ഉള്ള ഒരു കാലമായിരുന്നു മുമ്പെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് അതിൻ്റെ ആ അതിർവരമ്പെല്ലാം ലംഘിച്ചോ? ഇപ്പോൾ CM-നെ പോലും പ്രതിപക്ഷ നേതാവ് രാജാവെന്നൊക്കെ വിളിക്കുന്നു. അതൊക്കെ ഒരു ജനാധിപത്യ മര്യാദയാണോ? പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ കാണിക്കുന്ന ഒരു പക്വതയോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിലപാട് വരുന്നത്. നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണത്. അത് അവരുടെ പാർട്ടി കാര്യമാണ്, അല്ലെങ്കിൽ മുന്നണി കാര്യമാണ് എന്ന് മാത്രം കാണേണ്ടതല്ല. പ്രതിപക്ഷ നേതാവ് ഒരു പാർലമെൻ്ററി പദവിയാണല്ലോ, അതിനനുസരിച്ചിട്ടുള്ള പക്വത അദ്ദേഹത്തിൽ നിന്ന് കാണുന്നില്ല. ഒരു ക്രിയാത്മക സഹകരണം, അങ്ങ് ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം കണ്ട രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ഒരു ക്രിയാത്മക സഹകരണം ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭ, രണ്ടാം മന്ത്രിസഭ വന്ന ശേഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് എപ്പോഴും ഗവൺമെൻറ്റിനെ വിമർശിക്കേണ്ടി വരും. വിമർശിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായ വിമർശനം ഉന്നയിക്കാം. അതൊക്കെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് 2021 ശേഷം തുടർ ഭരണം LDFന് ജനങ്ങൾ സമ്മാനിച്ചതിന് ശേഷം ആ ജനവിധി അംഗീകരിക്കാതെ കൂടുതൽ ഗവൺമെൻറ് പരിപാടികൾ നിസ്സഹകരിക്കുക, ബഹിഷ്കരിക്കുക, ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ കാര്യത്തിലും അത് കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ 2 ഉദാഹരണം വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിലൊന്ന് നമ്മുടെ ലോ കേരള സഭ. പിന്നെ നമ്മുടെ സംസ്ഥാനത്തിലും രാജ്യത്തിനും പുറത്തുള്ള പ്രവാസികളെ ഉൾക്കൊള്ളുന്നതിനായി സംഘടിപ്പിച്ച ഒന്നാണല്ലോ. പ്രധാനമായും രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികൾ. ആ ലോ കേരള സഭയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു പ്രഖ്യാപനം കഴിഞ്ഞ സമ്മേളന സമയത്ത് നടത്തി. ഞങ്ങൾ
സഹകരിക്കില്ല, ഇത് ബഹിഷ്കരിക്കും. അപ്പോൾ അതൊരു ആശ്ചര്യകരമായ നിലപാടായിരുന്നു. കാരണം ഒരു രാഷ്ട്രീയവും അതിനകത്തില്ല, പക്ഷേ ബഹിഷ്കരിച്ചു. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ നമ്മുടെ നവംബർ 1 മുതൽ നടത്തിയ കേരളീയം പരിപാടി. കേരളീയത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ലായിരുന്നു. ആകെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സെമിനാറുകൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖർ പങ്കെടുക്കുന്നത്, അതല്ലേ ബഹിഷ്കരിച്ചത്. അപ്പോൾ ഇങ്ങനെ എന്തും ബഹിഷ്കരിക്കുക എന്നുള്ളൊരു നിലപാടാണ്. അതിനിടയാക്കിയത് 2021 തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അത് പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു. അത് പ്രതിപക്ഷത്തിനെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു. അതുകൊണ്ട് അന്ന് തൊട്ട് ഒരു കാര്യവുമായി സഹകരിക്കുന്നതാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വികസന കാര്യങ്ങൾ. വികസനമാണ് LDFന് രണ്ടാമത്തെ തവണയും മര്യാദയ്ക്ക് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു വികസന കാര്യവും സഹായിക്കാൻ പാടില്ല എന്ന നിലപാട് പ്രതിപക്ഷമായി ചർച്ചയ്ക്കുള്ള പാടിലുണ്ട്. പ്രതിപക്ഷമായിട്ട് ചർച്ച ചെയ്യാമെന്ന് ഏകപക്ഷീയമായി അങ്ങോട്ട് പറഞ്ഞതാണ്. പക്ഷേ ഒരു ദുഷ്കരമാണെന്ന് പ്രത്യേകിച്ചാൽ പറ്റുമോ? അപ്പോൾ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ഗവർണറാണ്. പ്രത്യേക നിലയാണ് സ്വീകരിച്ചത്. ഗവൺമെന്റ് പദവിയാണ് എന്ന ഓർമ്മയില്ലാതെ ഇടപെടുന്ന രീതിയാണ് ഗവർണറെ തെരഞ്ഞെടുപ്പ് പ്രതിഷേധിക്കുന്ന ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഒരിടത്തുമില്ലാത്ത ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ഗവർണർ പെരുമാറുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ താല്പര്യത്തിന് ഹാനികരമായിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ഒരു മര്യാദയുടെ സീമ ലംഘിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ഭരണം തകർക്കുന്നു, പത്രപ്രവർത്തനം തെരുവിലിറങ്ങി മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ രീതികളാണ്. മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ ഒരു വസ്തുതയുടെ മുന്നിലുണ്ട്. പക്ഷേ മറ്റു പ്രചരണങ്ങളുടെ രീതിയിൽ അദ്ദേഹം പ്രചരണം നടത്തുകയാണെന്ന് പറയുന്നത്. നേരത്തെ നമ്മുടെ ഗവൺമെന്റ് വലിയ തോതിൽ പ്രാപിച്ചു കാണിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണൂ. ഇന്ത്യയുടെ സംബന്ധിച്ച കേസ് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു 20 ചായക്കപ്പുറം ഇതിനെ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. അതിനുള്ള എന്തെങ്കിലും സാധ്യത ഇനിയുണ്ടോ? അത് സാധാരണ സുപ്രീം കോടതി സാധാരണ മനുഷ്യന്റെ കാര്യത്തിൽ എടുത്തൊരു നിലപാട് എടുക്കുന്നതാണ്. ചർച്ച ചെയ്തിട്ടുണ്ട്. ഓർമ്മൊന്നുമില്ലെങ്കിലും ചില പരാമർശങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷമില്ല. ചർച്ചന്റെ ഗവൺമെന്റിനല്ല അതാണ് പ്രശ്നം. ഗവർണർ പറയുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു. എന്നാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയുന്നു ഇന്ത്യയുടെ വിജ്ഞാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് കഴിയും. അല്ല, വിജ്ഞാന സമൂഹം ഉണ്ടാക്കാനാണല്ലോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ കേരള ഗവർണർക്ക് അതിനോട് യോജിപ്പില്ല. കേരള ഗവർണർ എടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് നമ്മൾ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗവർണറെ സാധാരണ തന്റെ അസുഖമില്ലാത്ത ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടേണ്ടതായിരുന്നു. നിയമപരമായി കൂടി പരിശോധിക്കേണ്ടിയില്ല. വിഴിഞ്ഞ പദ്ധതിയടക്കം പല പദ്ധതികളും യാഥാർത്ഥ്യം സിഎമ്മിന്റെ മനസ്സിൽ ഈ ട്രെയിൻ പ്രോജക്റ്റുകളുണ്ടോ കേരളത്തിന്? കേരളത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതില് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വരാൻ പോകുന്ന ഗ്രഫീൻ യൂണിറ്റ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ടായിട്ടാണ്. കാരണം ഭാവിയുടെ ലോഹാണ് കമ്പനികൾ ആരംഭിക്കുന്നത്. ഭാവി സ്ഥിരമായിട്ടുള്ളത് നമ്മുടെ സഞ്ചാരത്തിന്റെ കാര്യത്തിൽ തീരുമാനങ്ങളെടുത്ത് നല്ലത്.
അതുകൊണ്ടൊരു ഗിഫ്റ്റ് പ്രോജക്ട്, അങ്ങനെ ഒരു ഗിഫ്റ്റ് സിറ്റി അത് എറണാകുളത്ത് അതിനുള്ള നടപടി സ്വീകരിക്കണം. അത് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൂടി വേണം. അത് നല്ല സ്വീകരിച്ചിരിക്കുകയാണ്. അതിന്റെ അതോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ ഔട്ടർ റിംഗ് റോഡ്. ഔട്ടർ റിംഗ് റോഡ് വന്നാൽ വലിയ ദൂരെയാണ് കൃഷി യാഥാർത്ഥ്യം. അതിന്റെ ഏകദേശം ധാരണയായിരുന്നു. ഇപ്പം നവകേരള സദസ് കഴിഞ്ഞാണ് ഇവിടെ 2 മന്ത്രിമാർ മാറുമെന്നുള്ള നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അല്ലാതെ വേറെ വകുപ്പ് മാറ്റമോ പ്രിൻസിപ്പലിനെ ഉണ്ടാവില്ല, ഒന്നും ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ കേരളത്തെ വരിഞ്ഞു നോക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. അപ്പൊ അക്കാര്യത്തിൽ ഒരു ചെറിയ വിളവിപ്പം ഇന്ത്യയുടെ മറ്റു കാര്യത്തിലുണ്ടായി. പക്ഷെ ഇക്കാര്യത്തിൽ നിഷേധാത്മക നിലപാടല്ലേ കേന്ദ്രം? കേന്ദ്ര നിഷേധാത്മക നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ നമുക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടി എങ്ങനെയാണ് വരുന്നത് നോക്കാതെ കേന്ദ്ര ഗവൺമെന്റ് സാധാരണ നോക്കുന്നത് എങ്ങനെയാണ് നിലപാട് വരിക തീരുമാനിക്കും. ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ ക്ഷാമബത്ത കുടിശ്ശികയൊക്കെ ആ ഒരു കൊടുക്കുന്നതിനുള്ള ഒരു കാരണം ഇത്തരം പ്രതിസന്ധിയാണ്. നമ്മൾ കാണുന്നത് 7 വർഷത്തെ കണക്ക് പറയുന്നത് അത് 7,500 കോടി നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചില്ല എന്നതാണ്. അപ്പൊ അത്രയും സംഖ്യയുടെ കുറവില്ല. അതായത് നമ്മുടെ പല വളരെ സംഘത്തിലുള്ള ഒരുപാട് സാമ്പത്തിക യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലാണ് യാഥാർത്ഥ്യമായത്. അല്ല, ഏറ്റവും വലിയ തോതിൽ സംതൃപ്തി നൽകുന്ന പരിപാടി 2025 നവംബർ 1 കാരണം അന്ന് നമ്മുടെ കേരളത്തിൽ അതിദൈർഘ്യം ഇല്ലാത്ത അവസ്ഥ 0.7% അതിദൈർഘ്യം. ഇനി ഈ പറയുന്ന 0.7% അതിദൈർഘ്യം ഇല്ലാത്ത കേരളമായിരിക്കും. അത് നമുക്ക് എല്ലാം പാർട്ടി സെക്രട്ടറിയായിട്ടിരിക്കുമ്പോൾ ഒരുപാട് വേട്ടയാടലുകൾ നേരിട്ട കേരളത്തിലെ അപൂർവ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. ഇപ്പം അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഞാൻ മാറ്റമൊന്നും നടന്നില്ല. ഈ ആളുകളുടെ രീതിയും മനോഭാവവും ഒക്കെ ആശ്രയിക്കുന്നതാണ് വേട്ടയാടൽ. ഈ 1ാം പിണറായി മന്ത്രിസഭ, 2ാം പിണറായി മന്ത്രിസഭ, 26 1ാം പിണറായി മന്ത്രിസഭ പ്രതീക്ഷിക്കുന്നവർ എന്താ പറയുക? അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊക്കെ അതിമോഹമാണ്. LDF തുറക്കുന്ന വിദ്യാർത്ഥികളൊന്നും സംശയമില്ല. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ പ്രവചിക്കേണ്ട കാര്യം. 2ാം മന്ത്രിസഭ ഭരണക്കുറിച്ച കിട്ടിയതിന്റെ പ്രധാന കാരണം അന്ന് കേരളം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ തീരമായി നയിച്ചുകൊണ്ടുള്ളതാണ്. അതിൽ കൂടി കിട്ടിയൊരു അംഗീകാരമാണ്. അതിന് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമായിരുന്നു. എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചു. ആ കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ അതായത് ഈ സ്ട്രോങ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിലെ വേഗത, ഇതെല്ലാം വെച്ച് CM-നെയും പ്രധാനമന്ത്രിയൊക്കെ ചില താരതമ്യപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട്. ഉദ്ദേശത്തോടെയുള്ള താരതമ്യപ്പെടുത്തലല്ല. ഇവിടെ അതൊരു ആക്ഷേപകരമായിട്ട് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. പ്രധാനമന്ത്രിയുമായിട്ടൊരു വെച്ചിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലേ? പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനത്തോട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്ന ആദരവുണ്ടല്ലോ, ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹവും നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ എടുക്കുമ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴേ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ എന്ന് പറയുന്നത് എന്റെ മരണം കാത്തിരിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതൊരു യാദൃശ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നേരത്തെ തിരുവനന്തപുരത്ത് ഇരുന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല. നേരത്തെ തിരുവനന്തപുരത്ത് ഞാൻ ആ നിലക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് നിൽക്കേണ്ടതായിരുന്നു. നേരത്തെ ആൾക്കാർ നമ്മുടെ അറിയുന്നുണ്ട്. അതൊക്കെ സാധാരണ ഉണ്ടാവില്ല. അത് ആലോചിച്ചിട്ട് അത് നടക്കും. എന്തെല്ലാം ആലോചനകൾ
ഏതെല്ലാം തലങ്ങളിൽ നമുക്കെല്ലാം എതിരായിട്ട് നടക്കുന്നുണ്ടാവും അതാലോചിച്ച് നടക്കാനാണോ നമുക്ക് വലിയത് കണ്ടതല്ലോ അല്ലേ? അതിനെക്കുറിച്ച് ആലോചിക്കാണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിക്കാമോ അതല്ലേ നല്ലത്. അതൊന്നും ഒരു തമാശയാണ്. ഈ നവകേരള യാത്രയിലേക്ക് ബസ്സിനെ കുറിച്ച് പറയുമ്പോൾ CM വളരെ അച്ചടക്കം, CM വളരെ ഹെഡ് മാസ്റ്റർ കൂടി മറ്റുള്ളവരെല്ലാം കുട്ടികളെ പോലെയാണ്. ഇങ്ങനെ ഒരു തമാശ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എല്ലാ അത് സാധാരണ കുറെ ആളുകളുണ്ട് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കും. ഞാനിങ്ങനെ ഈ സീറ്റിലായതുകൊണ്ട് ഇതിന് പുള്ളിക്ക് വർത്താനം പറയാൻ പറ്റില്ല. എന്നിട്ടിരിക്കുന്നവര് ചില തമാശകളും പറയട്ടെ. അതിനകത്ത് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരും മനുഷ്യരല്ലേ, സഹജമായ തമാശകളും ഫലിതങ്ങളും ഒക്കെ കാണുമല്ലോ. രാവിലെ ഇവരെല്ലാം വളരെ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. എല്ലാവരും വാങ്ങി നടക്കുന്നു. അതെ, എല്ലാവരും അതൊക്കെ ഞാൻ വിളിച്ച ബാക്കി എല്ലാവരും നല്ലതാണ്. പിണറായി മന്ത്രിസഭ, രണ്ടാം പിണറായി മന്ത്രിസഭ, CM-ന് വ്യക്തിപരമായ ഇഷ്ടം ഈ രണ്ട് മന്ത്രിസഭയിലെ ഏത് മുഖ്യമന്ത്രികളാണ്? ഒരേപോലെ തന്നെയാണ്, ഒരു പ്രത്യേകത. ശരിക്കും ഒരു രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ഉത്തരവാദിത്തം കൂടി. എല്ലാം ഒരേപോലെ തന്നെയാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥ എടുത്തുള്ള മാറ്റങ്ങൾ വരുന്നല്ലാതെ വന്ദേഭാരത് വന്നപ്പോഴാണ് ഈ വേഗത്തിൽ സ്ഥലത്ത് എത്തുന്നതിന്റെ ഒരു ജനം മനസ്സിലാക്കി. സിൽവർ ലൈൻ ശരിക്കും കേരളത്തിന് വേണ്ടതല്ലേ? സിൽവർ ലൈൻ നിർബന്ധമായും വരും. ആർക്കും അത് തടയാൻ കഴിയില്ല. തൽക്കാലം കേന്ദ്ര ഗവൺമെന്റ് അനുമതി എന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം അതിന് അനുമതി തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നിലപാടെടുത്തു. വെറുതെ നമ്മളിപ്പോ അധ്വാനിച്ച സമയം കളയണം. അവര് അനുമതി കിട്ടിയാൽ അപ്പോൾ ആരംഭിക്കും. അത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്കതിന് യാതൊരു സംശയമില്ല. ഈ കേരളത്തിന്റെ വിഷയങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യമാർ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഉള്ള 20 MP-മാരാണല്ലോ ലോക്സഭയിൽ. ആ 20-ൽ 18 പേര് ഇപ്പോൾ UDF-ന്റെ ഭാഗമാണ്. ഈ 18 പേര് യാതൊരു തരത്തിലുള്ള ഇടപെടൽ കേരളത്തിന് വേണ്ടി നടത്തിയിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന്റെ പ്രശ്നങ്ങളെ അവർ ഉന്നയിക്കാൻ തയ്യാറില്ല. കേരള താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ തയ്യാറില്ല. കേരളത്തെ അവഗണിക്കുമ്പോൾ അത് എതിർക്കാൻ തയ്യാറില്ല. കേരളത്തോട് വിവേചനപരമായി പെരുമാറുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറില്ല. എന്തിനധികം പറയുന്നു, എല്ലാവരും കൂടി നിങ്ങൾ സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം എന്ന് ഞങ്ങള് MP-മാരോട് പുതിയ ആവശ്യപ്പെട്ടു. അത് MP-മാരുടെ യോഗത്തിൽ അവരെല്ലാം സമ്മതിച്ചെങ്കിലും അവര് ചെയ്ത കാര്യം ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഒന്നിച്ചു പോകാൻ തയ്യാറില്ല. അവസാനം ഇപ്പോ ഏറ്റവും ഒടുവിലുണ്ടായത് ഞങ്ങള് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങള് കേരള ഗവൺമെന്റ് കാണിച്ച പ്രതികാര്യസ്ഥയെങ്കിൽ ആദ്യം പറയണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനോട് കേരള ഗവൺമെന്റിന്റെ പ്രതികാര്യസ്ഥയാണ് കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇങ്ങനെ ആകാൻ കാരണം കേരള ഗവൺമെന്റ് പ്രതികാര്യസ്ഥയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽപ്പോലും കേന്ദ്ര ഗവൺമെന്റ് ന്യായീകരിക്കാനാണ് അവർ ഉണ്ടാക്കുന്നത്. അവരെ മുന്നിൽ ഈ കണക്കുകളൊക്കെ അവതരിപ്പിച്ചതാണ് എത്രത്തോളം നമ്മുടെ നാടിനെ അവഗണിക്കുന്നു എന്നുള്ളത്. പക്ഷെ എന്നിട്ടും അവര് കേന്ദ്രത്തോടൊപ്പം നിൽക്കുകയാണ്, BJP-യുടെ മനസ്സിനോടൊപ്പം നിൽക്കുകയാണ്. അതാണ് നിർഭാഗ്യകരമായത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു കേന്ദ്രത്തിനെതിരായ സമരം ഒരുമിച്ച് നിൽക്കാം. അതെങ്ങനെ കാണുന്നു? വളരെ ആരോഗ്യകരമായ ഒരു സമീപനമാണ്. നാടിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരാൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലയാണ്. പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് വേണമെന്നല്ല, ഒരു മുന്നണിയുടെ ഭാഗമാണ്. ആ മുന്നണിയുടെ കാര്യം മുന്നണിയുടെ നിലയായിട്ട് വന്നാൽ മാത്രമേ അത് പ്രായോഗികമായിട്ട് വരാൻ കഴിയുള്ളൂ. എങ്കിലും ആ അഭിപ്രായം വളരെ സാധാരണമായി വന്നിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങനെ പറയുമ്പോൾ അതെല്ലാം ഇടതുപക്ഷത്തെ ഒരു ചാഞ്ചാട്ടമായിട്ട് ആൾക്കാർ വിശേഷിപ്പിക്കാം. അതൊക്കെ ഞാൻ ഒത്തിരി തവണ പറഞ്ഞു. വിളിക്കുന്നത് അവർക്കൊക്കെ പറയാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ അവരൊരു UDF-ന്റെ ഭാഗമാണ്. അവരില്ലാത്തൊരു UDF ആർക്കും സങ്കല്പിക്കാൻ കഴിയും. മാറ്റങ്ങളിൽ ചിലതിന് UDF-നോട് വലിയ താല്പര്യമാണ്. എന്തെങ്കിലും ചില UDF-ന് പറ്റുമെന്ന് ആശങ്കയാണ് പലപ്പോഴും ഇത്തരം വാർത്തകൾക്ക് വിധാനമായിട്ട്. എന്തെങ്കിലും വന്നാൽ ഉടനെ ലീഗ് LDF-ലേക്ക് പോകാൻ കാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. യഥാർത്ഥത്തിൽ അവര് പലവട്ടം മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളെ UDF-ന്റെ ഭാഗമാണ്, ഞങ്ങളെ കാര്യവും തെറ്റാണ്. ഞങ്ങള് LDF
അപ്പോൾ കുറെ കൂടി നല്ല നിലക്കാണ്. അതായത് കുറച്ചുകൂടി ജനകീയ അടിത്തറ വിപുലമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോ തൽക്കാലം ഏതെങ്കിലും ഒരാളെ പെട്ടെന്ന് കിട്ടണമെന്ന വല്ലാത്ത നിർബന്ധമൊന്നുമില്ല. അപ്പോ അവരിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല, അവരിങ്ങോട്ട് പോരട്ടെ എന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അതാണ് അസ്പൃശ്യതയാണ് പറയുന്നത്. സ്വീകാര്യതയും അസ്വീകാര്യതയുള്ള പ്രശ്നമല്ല, ഞങ്ങൾ കാണിച്ചിട്ടില്ല. സംഘപരിവാർ ശക്തികളെ ഒരുമിച്ച് മതേതര കക്ഷികളെ ഒരുമിച്ച് നേരിടേണ്ട ആവശ്യമില്ല. അതിനൊന്നും ഞങ്ങൾ എതിർക്കാറ്. അനുസരിച്ചുള്ള നിലപാടാണല്ലോ. സുരക്ഷ എന്നൊക്കെ പലതും പറയുമ്പോൾ കേന്ദ്രത്തിൽ പാർലമെന്റിൽ ആൾക്കാർ അതിക്രമിച്ച് കയറിയ സംഭവമാണ്. അതിനെങ്ങനെയാണ് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ആ തരത്തില് പാർലമെന്റിനകത്ത് കയറാൻ കഴിയുന്നത് നമ്മുടെ സുരക്ഷയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് ഗൗരവം എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതാണ് തന്നെയാണ് അഭിപ്രായം. പക്ഷെ അതിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലയെ പറ്റി പൊതുവെ വിമർശനം പ്രതിപക്ഷ കക്ഷികൾ ചെയ്യും. അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. ഇപ്പോൾ ഈ നവകേരള സദസ്സ് പിന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു തയ്യാറെടുപ്പായി പ്രതിപക്ഷം വിമർശിക്കുന്നു. നവകേരള സദസ്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സ് കേരളത്തിന്റെ പ്രശ്നങ്ങളെ അത് തുടങ്ങി തന്നെ പറഞ്ഞു. അതിന്റെ 33 ദിവസം ഞങ്ങൾ എനിക്ക് സമാപിക്കുന്നത് വരെ അത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സ്ഥിതി 19-1 അടുത്ത വലിയ മാറ്റം വരുന്നുണ്ട്. തീർച്ചയായും അത് വലിയ മാറ്റം. അന്ന് ഒരു ശബരിമല വിഷയം എന്ന രീതിയിൽ ഉന്നയിക്കപ്പെട്ടു. ഇപ്പൊ വീണ്ടും ശബരിമലയിലെ തിരക്കിന്റെ പേരിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങളെടുത്തു. അത് ഒന്നു മാത്രമാണ് ശബരിമല. പല ഘടകങ്ങൾ ഒത്തുചേർന്നുകൊണ്ടാണ് അത് ഒരാവർത്തി കൂടി അത്തരത്തിൽ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും. കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അത് സാധിക്കുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. ശബരിമലയുടെ കാര്യത്തിൽ ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ തീർച്ചയായും ശബരിമലയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ കാര്യങ്ങൾ നേരത്തെ നടപടികളും സ്വീകരിച്ചു. സംസ്ഥാനത്ത് വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് പിന്നെ എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്യും. ഒരു പ്രശ്നമില്ല. പണ്ട് സെക്രട്ടറിയായിട്ട് വരുന്നിട്ട് പാർലമെന്റിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് വന്ന വേളയിൽ പിന്നെ ഈ ജാമ്യ കേസ് ഫയലിൽ സ്വീകരിച്ച് വേഗത്തിലാക്കണം UDF. അന്ന് എനിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അന്ന് പറഞ്ഞു രാവിലെ കാലം കഴിഞ്ഞ് ഇനി കത്തില്ല. ഇപ്പോഴും വീണ്ടും രാവിലെ എന്ന് പറയുന്നത് ആൾക്കാർ അത് പിന്നെ എന്തെങ്കിലും പറയണ്ടെന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കേസ് ഇപ്പൊ യഥാർത്ഥത്തിൽ എന്റെ പേരും നിലവിലില്ല. അത് അന്ന് പരിശോധനയുടെ ഭാഗമായിട്ട് പരിശോധിച്ച കോടതി കേസ് ഇല്ല എന്ന് പറഞ്ഞ് തല്ലിയതാണ്. എന്തായാലും ഈ തിരക്കേറിയ സമയത്തിനിടയിൽ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി. കേരള ഗവൺമെന്റിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി.